Okay. So object എന്ന് പറഞ്ഞാൽ object is a hexagonal prism. Okay. So object is hexagonal prism. അതിന്റെ ഒബ്ജക്റ്റിന്റെ സൈഡ് തന്നിട്ടുണ്ട്. സൈഡ് ഈസ് 20. So this is 20. സൈഡ് 20 ആണ്. Then height is 45. Height തന്നിട്ടുണ്ട്. Height is 45. Has a through square hole of 16 mm sides. ഇതിനകത്തില് ഒരു സ്ക്വയർ ഹോൾ ഉണ്ട്. ഈ സ്ക്വയർ ഹോളിന്റെ സൈഡ് 16 ആണ്. ഓക്കെ, സ്ക്വയർ ഹോൾ ആണ്. എല്ലാത്തിന്റെയും സൈഡ് 16 ആണ്. 16, 16, 16. Then the axis of the hole coincides with the axis of the prism. അതായത് ഈ സ്ക്വയർ ഹോളിന്റെ ആക്സിസ് ലൈനും and the axis line of the hexagonal prism are actually coincides. ഇത് രണ്ടും coincide ചെയ്യുന്നുണ്ട്. Coincides with the axis of the hole coincides with the axis of the prism. Then the lateral faces. Lateral face എന്ന് പറഞ്ഞാല്, so lateral face എന്ന് പറഞ്ഞാൽ ഈ ഫേസ് ഉണ്ടല്ലോ, ഇതാണ് ഈ ഹെക്സഗണൽ പ്രിസത്തിന്റെ ലാറ്ററൽ ഫേസ്. ഇതിന് പാരലൽ ആയിട്ട് അകത്ത് ഹോളിന്റെ ഒരു ലാറ്ററൽ ഫേസ് ഉണ്ട്. ഹോൾ ഇതാണ് ഈ വേറെ കളറിൽ ഞാൻ വരയ്ക്കുന്നതാണ് ഹോളിന്റെ ലാറ്ററൽ ഫേസ്. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലാറ്ററൽ ഫേസും എന്താണ്, പാരലലാണ്. അതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. എന്താണ്, 2 lateral faces of the hole are parallel to that of the prism. ഇപ്പൊ ഒരു ഫേസ് മാത്രമേ പാരലൽ ആയുള്ളൂ. അതായത് ഹോളിന്റെ ഈ ലാറ്ററൽ ഫേസ്, ഞാൻ ഇതിന് 1 എന്ന് കൊടുത്തു. ദിസ് ഈസ് 1, ഇതിന് 2 എന്ന് കൊടുത്തു. അപ്പം 1 എന്ന് പറയുന്ന ഹോളിന്റെ ലാറ്ററൽ ഫേസ് ആണ്. ഈ റെഡ് കളറിൽ കാണുന്ന എന്താണ്, ഈ പ്രിസത്തിന്റെ ലാറ്ററൽ ഫേസ് ആണ്. ഈ രണ്ട് ഫേസും പാരലലാണ്. അപ്പൊ ഒരു ഫേസ് മാത്രമേ പാരലൽ ആയുള്ളൂ. ഇവര് പറഞ്ഞേക്കുന്ന എന്താണ്, 2 lateral faces, 2 lateral faces എന്താകണം, പാരലൽ ആകണം. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റിൽ കിടക്കുന്ന ഹോളിന്റെ ഫേസ് ആണിത്. കണ്ടോ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റിൽ കിടക്കുന്ന ഹോളിന്റെ ഫേസ് ആണിത്. ഈ ഫേസും അതേപോലെ തന്നെ അതിന്റെ അപ്പുറത്തുള്ള ഫേസ് കണ്ടോ, ഈ ഫേസും എന്താണ്, ഈ ഫേസും പാരലൽ ആണ്. അപ്പൊ എന്താ സംഭവിച്ചത്, ഹോളിന്റെ ലാറ്ററൽ ഫേസും അതേപോലെ തന്നെ ഈ പ്രിസത്തിന്റെ 2 ലാറ്ററൽ ഫേസും എന്തായി, പാരലലായി. അതാണ് കണ്ടീഷൻ. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ. Then draw the isometric view of the solid when it is standing upright. ഇതിന്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കണം. അതായത് ഈ സംഭവം വരയ്ക്കണം. ദിസ് ഈസ് ദി ഐസോമെട്രിക് വ്യൂ. ഓക്കെ, അപ്പൊ ഈ ഐസോമെട്രിക് വ്യൂ വരയ്ക്കണം when it is standing upright. അതെന്ത് ചെയ്യാണ്, അത് നേരെ നിൽക്കുകയാണ്. സ്റ്റാൻഡിങ് upright. ഓക്കെ, ഇതില് നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കി. ആദ്യം ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ ദി ടോപ്പ് വ്യൂ. ഓക്കെ, നമ്മൾ ആദ്യം ടോപ്പ് വ്യൂ വരയ്ക്കണം. ആദ്യം നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കുക. മേളിൽ നോക്കുമ്പോൾ എന്താ കാണുന്നത്, മേളിൽ നോക്കുമ്പോൾ നമ്മൾ ഒരു ഹെക്സഗൺ ആ കാണുന്നത്. കണ്ടോ, മേളിൽ നോക്കുമ്പോൾ നിങ്ങൾ ഹെക്സഗൺ ആ കാണുന്നത്. അതിനകത്ത് എന്തോ ഉണ്ട്, അതിനകത്തൊരു സ്ക്വയർ ഉണ്ട്. കണ്ടോ, അതാണ് ഈ വരയ്ക്കേണ്ടത് ആദ്യം. ഓക്കെ, അപ്പൊ എല്ലാവരും എന്റെ കൂടെ ബുക്ക് എടുത്തിട്ട് വരച്ച്. ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ ദി XY ലൈൻ വരയ്ക്കുക. ദെൻ യു ഹാവ് ടു ഡ്രോ ദ ഹെക്സഗൺ വരയ്ക്കുക. ഹെക്സഗൺ വരച്ചിട്ട് അതിന്റെ അകത്ത് എന്ത് വരയ്ക്കുക, യു ഹാവ് ടു ഡ്രോ ദി സ്ക്വയർ. ഓക്കെ, ഇത്രയും വരച്ചിട്ട് എന്നോട് പറഞ്ഞേ, കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞേ. ഇത്രയും വരച്ചിട്ട് ഒന്നുകിൽ പറയുക, ഇല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ എസ് എന്ന മെസ്സേജ് ഇട്ടാലും മതി. ചാറ്റിൽ എസ് കംപ്ലീറ്റഡ് എന്ന് ഇട്ടാൽ മതി, മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങളുടെ മൈക്ക് വർക്കിംഗ് അല്ലെങ്കിൽ. ഓക്കെ, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. അത്രയും.
ഓക്കെ, സോ ദീപക് കംപ്ലീറ്റഡ്. ഓക്കെ, ദെൻ ഇനി ആരെങ്കിലും ഒരു 2-3 പേരോട് ഒന്ന് ഇട്ടെ. ഓക്കെ, ഹൃദ്യ കംപ്ലീറ്റഡ്. വരയ്ക്കുന്നതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹെക്സഗൺ വരയ്ക്കുന്നതിലോ ആ സ്ക്വയർ വരയ്ക്കുന്നതിലോ. അപ്പൊ സ്ക്വയർ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിന് ഡയമെൻഷൻ ഉണ്ട്. ഹെക്സഗൺ വരയ്ക്കുമ്പോൾ ഹെക്സഗന്റെ ഡയമെൻഷൻ ഉണ്ട്. ഹെക്സഗന്റെ സൈഡ് എത്രയാണ്? ഹെക്സഗന്റെ സൈഡ് 20 ആണ്. വരയ്ക്കുമ്പോൾ ഹെക്സഗന്റെ സൈഡ് 20 ആയിരിക്കണം. അതേപോലെ ഈ ഹോള് വരയ്ക്കുമ്പോൾ ഹോളിന്റെ സൈഡ് എത്രയാണ്? ഹോളിന്റെ സൈഡ് 16 ആണ്. അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. ഹെക്സഗന്റെ സൈഡ് 20 ആണ്, അതേപോലെ ഹോളിന്റെ സൈഡ് 16 ആണ്. ഡയമെൻഷൻ മാറരുത്, ഒരു കാരണവശാലും ഡയമെൻഷൻ മാറരുത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരുടെ മൈക്ക് ഓൺ ചെയ്തിട്ട് ചോദിക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കാനോ. ഓക്കെ, ഒരു 3-4 പേരൂടെ മെസ്സേജ് ഇടുക, എന്നാലേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ്. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാണ്. കഴിയുന്നവർ മെസ്സേജ്. ഓക്കെ, സോ പാർത്ഥിവും കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, എനിബഡി, എനി അതർ? സോ 3 പേര് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഇനി ആരെങ്കിലും? ഓക്കെ, സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മള് റെക്ടാംഗിൾ സോറി ഹെക്സഗൺ വരച്ചു, ഹോളും വരച്ചു. ഓക്കെ, ഹെക്സഗൺ വരച്ചു, ഹോളും വരച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ നെയിം ചെയ്യണം. നെയിം. അപ്പൊ നിങ്ങൾ നോക്കിയേ, നമ്മളിപ്പോ വരയ്ക്കുന്ന ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മേളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ, ദാറ്റ് ഈസ് ടോപ്പ് വ്യൂ. അപ്പം നിങ്ങൾക്കറിയാം, മേളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഹെക്സഗന്റെ എ കാണാം, പക്ഷെ എയുടെ അടിയിലുള്ള പോയിന്റ് പി കാണാൻ പറ്റുമോ?
ഇല്ല. ദാറ്റ് മീൻസ് എ ഈസ് വിസിബിൾ, പി ഈസ് ഇൻവിസിബിൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹെക്സഗന്റെ ഒരു കോർണറിന് എ ബ്രാക്കറ്റില് പി കൊടുക്കുക, നമ്മൾ നേരത്തെ ചെയ്ത പോലെ. സിമിലർലി ടോപ്പ് വ്യൂല് ബി ഈസ് വിസിബിൾ, ക്യൂ ഈസ് ഇൻവിസിബിൾ. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ ബി ബ്രാക്കറ്റില് ക്യൂ കൊടുക്കുക. സിമിലർലി അടുത്തത് സി ബ്രാക്കറ്റില് ആർ. ദെൻ ഡി, അടുത്ത പോയിന്റ് ഡി ബ്രാക്കറ്റില് എസ്. അടുത്തത് ഇ ബ്രാക്കറ്റില് ടി. ദാറ്റ് മീൻസ് എ ബി സി ഡി ഇ. അതാ എ ബി സി ഡി ഇ എന്ന് പറഞ്ഞാൽ ദിസ് ടോപ്പ് ഫേസ് എ ബി സി ഡി ഇ. ഈ ടോപ്പ് ഫേസ് എന്താണ്? ദിസ് ഈസ് വിസിബിൾ. ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ എന്താണ്? വിസിബിൾ ആണ്. പക്ഷേ നമുക്ക് അടിയിലുള്ള ഫേസ് എന്താണ്? അടിയിലുള്ള ഫേസ് എന്ന് പറഞ്ഞാൽ പി ക്യു ആർ എസ് ടി യു. ഈ ഫേസ് എന്താണ്? ടോപ്പ് വ്യൂവില് ഇൻവിസിബിൾ ആണ്. ടോപ്പ് വ്യൂവില് ഇൻവിസിബിൾ ആണ്. അതുകൊണ്ടാണ് പി ക്യു ആർ എസ് ടി എന്നുള്ളത് എങ്ങനെ കൊടുത്തേക്കുന്നത്? ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്. ക്ലിയർ? ഓക്കെ, നെയിമിംഗ് ചെയ്തു. നെയിമിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ഇനി ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. അപ്പൊ നിങ്ങൾ എക്സ് വൈ ലൈൻ വരച്ചു, എല്ലാവരും ഇപ്പൊ ഇതുവരെ ചെയ്ത എക്സ് വൈ ലൈൻ വരച്ചു, ടോപ്പ് വ്യൂ വരച്ചു. ഇനി ഈ ടോപ്പ് വ്യൂവിനെ നമ്മൾ പ്രൊജക്ട് ചെയ്തിട്ട് എന്ത് വരയ്ക്കണം? ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. ഫ്രണ്ട് വ്യൂ. അപ്പൊ നിങ്ങൾക്കറിയാം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഹെക്സഗൺ ആണ് കാണുന്നത്. ടോപ്പ് വ്യൂല് ഹെക്സഗൺ ആണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഒരു റെക്ടാംഗിൾ ആണ് കാണുന്നത്. റെക്ടാംഗിൾ കണ്ടല്ലോ നിങ്ങൾ? ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു റെക്ടാംഗിൾ ആണ് കാണുന്നത്. സോ യു ഹാവ് ടു ഡ്രോ എ റെക്ടാംഗിൾ. പ്രൊജക്ട് ചെയ്തിട്ട് യു ഹാവ് ടു ഡ്രോ എ റെക്ടാംഗിൾ. ആ റെക്ടാംഗിളിന്റെ ഹൈറ്റ് എത്രയാണ്? റെക്ടാംഗിളിന്റെ ഹൈറ്റ് 45 തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ റെക്ടാംഗിൾ? ഹൈറ്റ് ഓഫ് ദ റെക്ടാംഗിൾ ഈസ് 45. ഓക്കെ, എല്ലാവരും വരച്ച്. ദെൻ ബാക്കി എഡ്ജസിനെ എല്ലാം പ്രൊജക്ട് ചെയ്യുക. ഓക്കെ, ക്ലിയർ. ഇനി നമ്മൾ ഇതിനെ നെയിമിങ് കൊടുക്കണം കറക്റ്റ് ആയിട്ട്. അപ്പൊ ഇവിടുത്തെ പോയിന്റ് എഫും യു ആണ്. അപ്പം എഫ് മേളത്തെ പോയിന്റ് ആണ്. സോ ദിസ് ഈസ് എഫ് ഡാഷ്, ദിസ് ഈസ് യു ഡാഷ്. അടുത്ത ഏതാണ്? എയും ഇയും. അപ്പൊ ഇവിടെ എ ഡാഷ് കോമ ഇ ഡാഷ്. താഴെ എന്താണ്? പി ഡാഷ് കോമ ടി ഡാഷ്. നെയിമിങ്ങിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണമല്ലോ. ദെൻ ഇവിടെ എന്താണ്? ഇവിടെ ബിയും ഡിയും ആണ് മേളില്. സോ ദിസ് ഈസ് ബി ഡാഷ് ഡി ഡാഷ്. അതിന് താഴെ കറസ്പോണ്ടിങ് എന്താണ്? ക്യൂ ഡാഷ് എസ് ഡാഷ്. ഇവിടെ എന്താണ്? ദിസ് ഈസ് സി ഡാഷ്, ദിസ് ഈസ് ആർ ഡാഷ്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? അങ്ങനെ നമുക്ക് നെയിമിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് എ ബി സി ഡി ഇ എഫ് എന്നുള്ളത് ദിസ് ഈസ് ദ ടോപ്പ് ഫേസ്. ദിസ് ഈസ് ദ ടോപ്പ് ഫേസ്. അതാണ് എ ബി സി ഡി ഇ എഫ്. കണ്ടില്ല? അതിന്റെ ഫ്രണ്ട് വ്യൂ ആണ് എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ് ഇ ഡാഷ് എഫ് ഡാഷ്. താഴത്തെ ഫേസ് ആണ് പി ഡാഷ് ക്യൂ ഡാഷ് ആർ ഡാഷ് എസ് ഡാഷ് ടി ഡാഷ് യു ഡാഷ്. കറസ്പോണ്ടിങ് പോയിന്റ്സ് ടോപ്പ് വ്യൂലെ പോയിന്റ്സ് എന്ത് ചെയ്താൽ മതി? അങ്ങോട്ട് പ്രൊജക്ട് ചെയ്താൽ മതി. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യുക. അത്രയും കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ എക്സ് വൈ ലൈൻ വരച്ചു, എക്സ് വൈ ലൈൻ വരച്ചു, ടോപ്പ് വ്യൂ ചെയ്തു. ടോപ്പ് വ്യൂ വരച്ചിട്ട് അതിനെ നെയിമിംഗ് ചെയ്തു. നെയിമിംഗ് കറക്റ്റ് ആയിട്ട് നെയിമിംഗ് ചെയ്തു. ഫ്രണ്ട് വ്യൂ വരച്ചു, ഫ്രണ്ട് വ്യൂ വരച്ചിട്ട് അതിനും എന്ത് ചെയ്തു? കറക്റ്റ് ആയിട്ട് നെയിമിംഗ് ചെയ്തു. ടോപ്പ് വ്യൂവിൽ എന്താണ്? ടോപ്പ് വ്യൂ നിങ്ങൾ വരച്ചപ്പോൾ അതിലൊരു ഹെക്സഗൺ ഉണ്ട്. ടോപ്പ് വ്യൂല് ഹെക്സഗണിന്റെ അകത്തൊരു സ്ക്വയറും വരയ്ക്കണം. ഹെക്സഗൺ വിത്ത് സ്ക്വയർ, അതാണ് ടോപ്പ് വ്യൂ. ഫ്രണ്ട് വ്യൂവിൽ എന്താണ്? ഫ്രണ്ട് വ്യൂവിൽ നിങ്ങളൊരു റെക്ടാംഗിൾ ആണ് വരയ്ക്കുന്നത്. ഫ്രണ്ട് വ്യൂവിൽ നിങ്ങളൊരു റെക്ടാംഗിൾ. ഇതിനെയാണ് നമ്മൾ ഓർത്തോഗ്രാഫിക് വ്യൂ എന്ന് പറയുന്നത്. ഓർത്തോഗ്രാഫിക് വ്യൂ അതായത് ഫ്രണ്ട് വ്യൂവിൽ നിങ്ങൾ റെക്ടാംഗിൾ വരച്ചു. റെക്ടാംഗിൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതിന് എത്ര ഡയമെൻഷൻ ഉണ്ട്? ഇങ്ങനൊരു ഡയമെൻഷൻ ഉണ്ട്. സോ ഇത് എക്സ് ആണെന്ന് വിചാരിക്കുക, ഇത് വൈ ആണെന്ന് വിചാരിക്കുക. എക്സ് വൈ രണ്ട് ഡയമെൻഷനേ ഉള്ളൂ. അതാണ് നമ്മൾ ഇതിനെ 2D, അതായത് അതുകൊണ്ടാണ് ഇതിനെ 2D എന്ന് പറയുന്നത്. 2D. അപ്പൊ ഫ്രണ്ട് വ്യൂവും 2D ആണ്, ടോപ്പ് വ്യൂവും 2D ആണ്. നമ്മൾ എന്താണ് വരയ്ക്കാൻ പോകുന്നത്? നമ്മൾ 3D ആ വരയ്ക്കുന്നത്. അപ്പൊ ഈ 2D ആണ് നമ്മൾ ഓർത്തോഗ്രാഫിക്. അപ്പം നേരത്തെ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നിങ്ങൾ കേട്ട് കാണും, ഒരു ക്വസ്റ്റ്യനിൽ ഡ്രോ ദ ഓർത്തോഗ്രാഫിക് വ്യൂ ആൻഡ് ഐസോമെട്രിക് വ്യൂ. ഓർത്തോഗ്രാഫിക് വ്യൂ എന്ന് പറഞ്ഞാൽ ഈ വരയ്ക്കുന്ന ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂവിനെയാണ് നമ്മൾ ഓർത്തോഗ്രാഫിക് വ്യൂ എന്ന് പറയുന്നത്. ഓർത്തോഗ്രാഫിക് വ്യൂ ദാറ്റ് മീൻസ് 2D ആണ് നമ്മൾ വരയ്ക്കുന്നത്. 2D. അത് അവിടുന്ന് ഐസോമെട്രി വരയ്ക്കുക, ദാറ്റ് ഈസ് കോൾഡ് 3D. ഓക്കെ, അപ്പൊ ഇത്രയും കഴിഞ്ഞെങ്കിൽ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുക കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട എന്തൊക്കെയാണ്? ആദ്യം എക്സ് വൈ ലൈൻ വരച്ചു. ഞാൻ പറയുന്ന ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ടോപ്പ് വ്യൂ വരയ്ക്കുക. ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ ഹെക്സഗൺ ഉണ്ട്, ഒരു സ്ക്വയർ ഉണ്ട്, നടുക്കൊരു സ്ക്വയർ വരയ്ക്കണം. ഹെക്സഗന്റെ സൈഡ് 20 ആണ്. സ്ക്വയറിന്റെ സൈഡ് എത്രയാണ്? സ്ക്വയറിന്റെ സൈഡ് 16 ആണ്. ദെൻ ഇതിനെ നെയിമിംഗ് ചെയ്യണം. കറക്റ്റ് ആയിട്ട് നെയിമിംഗ് ചെയ്യണം, ബിക്കോസ് നെയിമിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ഫ്രണ്ട് വ്യൂവിൽ എന്താണ്?
ഫ്രണ്ട് വ്യൂവിൽ റെക്ടാംഗിൾ വരയ്ക്കുക, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ടോപ്പ് വ്യൂവിൽ നെയിമിങ്ങിനനുസരിച്ചിട്ട് ഫ്രണ്ട് വ്യൂവിൽ നെയിമിംഗ് കൊടുക്കുക. ഓക്കെ, കഴിഞ്ഞവര് കംപ്ലീറ്റ് ആയിരുന്നു ചാറ്റിൽ മെസ്സേജ് ഇടുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ആർക്കെങ്കിലും സംശയമുള്ളവർ മൈക്ക് ഓൺ ചെയ്യുക, മൈക്ക് ഓൺ ചെയ്തിട്ട് ചോദിക്കുക, മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്യുക, ചോദ്യം ചോദിക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, എനിബഡി കഴിഞ്ഞോ? Okay, Hridya completed. Then Parthiv completed. Okay. Then any other? Any others? Sir. Okay, ശരി. Then അടുത്തത് അപ്പൊ നമ്മള് ടോപ്പ് വ്യൂ വരച്ചു, ഫ്രണ്ട് വ്യൂ വരച്ചു. ഇനി നമ്മൾ ഐസോമെട്രിക് വ്യൂ വരയ്ക്കാൻ പോവാണേ. 3D നീറ്റ് ആയിട്ട് വരയ്ക്കണം. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ ബുക്കിൽ വരയ്ക്കണം. ഓക്കെ, അശ്വിൻ കംപ്ലീറ്റഡ്. ഓക്കെ, ദെൻ നമ്മൾ ഇനി 3D വരയ്ക്കാൻ പോകും. 3D വരയ്ക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ശ്രദ്ധിച്ചോണം ഞാൻ പറയുന്നത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ ടോപ്പ് വ്യൂവിനെ നിങ്ങൾ ഒരു ബോക്സിനകത്ത് അങ്ങാക്കും. കണ്ടോ, ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കുക. ടോപ്പ് വ്യൂവിൽ നമ്മൾ വരച്ച ഹെക്സഗണെ ഇങ്ങനെ ഒരു ബോക്സിലാക്കുക. ബോക്സ്. ഓക്കെ, ബോക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആ ഒരു ഒബ്ജക്റ്റ് അതിനകത്തിൽ നിൽക്കുന്ന തരത്തിലുള്ള ഒരു ബോക്സ്. എന്നിട്ട് അതിന്റെ ലെങ്ത് എത്രയാണെന്ന് മെഷർ ചെയ്യുക. എനിക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ 40 ആണ് കിട്ടിയേക്കുന്നത്. ഈ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 34 സംതിങ് ആണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, വരച്ചേ. അത്രയും വരച്ചിട്ട് ഇത്രയും കിട്ടിയോ നോക്കി.
ഇത് 40യും ഇത് 34ഉം കിട്ടിയോ നോക്കി. കിട്ടിയോ? അലൻ ഉണ്ടോ? അലൻ? അലൻ? ആ കിട്ടിയോ? ഇത് കിട്ടിയോ? കിട്ടിയോ? അലൻ കിട്ടിയോ? Yes sir കിട്ടി sir. ഓക്കെ ഓക്കെ ശരി. ഓക്കെ, അപ്പൊ ഇത് 40 കിട്ടി. ഇനി ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിയാണ്. ഇനി ഐസോമെട്രി വരയ്ക്കാൻ പോവാണ് ഞാൻ. ഐസോമെട്രി വരയ്ക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ദാ ഇവിടെ ആദ്യം എന്റെ സ്ക്രീനിൽ ഞാനിപ്പോ ഒരു ബ്ലൂ കളറിൽ വരയ്ക്കുന്ന ലൈൻ നോക്കിയാണ്. ആദ്യം നിങ്ങൾ ഇതാ ഇങ്ങനൊരു റെഫറൻസ് ലൈൻ വരയ്ക്കുക. കണ്ടോ? ഇങ്ങനൊരു ലൈൻ വരയ്ക്കുക. റൈറ്റ് സൈഡിൽ നിങ്ങളുടെ ഈ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരച്ചതിന്റെ റൈറ്റ് സൈഡിൽ ഇതാ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. അതിന് മുമ്പായിട്ട് അത് വരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇതാ ഇവിടെ നമ്മൾ ഈ ബോക്സ് വരച്ചിട്ട് ആ ബോക്സിന്റെ 4 കോർണറിലും പേര് കൊടുക്കുക. 1 2 3 4 4 കോർണറിലും പേര് കൊടുക്കുക. 1 2 3 4 1 2 3 4. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ റെഫറൻസ് ലൈൻ വരച്ചത് ഈ പോയിന്റിൽ ഇവിടെ 1 എന്ന് പേര് കൊടുക്കുക. 1 കണ്ടോ? 1. ഇനി നോക്കേണ്ടത് ഈ ലെഫ്റ്റിലെ 1 2വിന്റെ ലെങ്ത് എത്ര? 40. കണ്ടോ? ആ 40 എടുക്കുക. ഇത് കണ്ടോ? ആ 40 എടുത്തിട്ട് ഈ 1ൽ നിന്ന് 30 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കണം. 30 ഡിഗ്രിയിലേ വരയ്ക്കാവുള്ളൂ. 30 ഡിഗ്രിയിൽ. എന്നിട്ട് അതിന്റെ പേരെന്താണ്? അതിന്റെ പേര് 2 എന്നാണ്. 2 കൊടുക്കുക. 40 എടുക്കുക, 2 കൊടുക്കുക. ഇനി സിമിലർലി ഇവിടെ 1 4 നോക്കി എത്രയാ? 34 ആണ്. കണ്ടോ? 1 4ന്റെ ലെങ്ത് 34 ആണ്. അപ്പൊ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് ഇങ്ങോട്ട് 34 എടുക്കുക. 34 എടുക്കുക. എത്ര ഡിഗ്രിയിൽ? 30 ഡിഗ്രിയിൽ. ഈ ലെങ്ത് കണ്ടോ? 34 ആണ്. ഇത് 40, ഇത് 34. 1 2 4 വരച്ചു. ഇനി 3 കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് അറിയാം? ഈ 4ൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക നേരെ മുമ്പോട്ട്. സച്ച് ദാറ്റ് ഇത് ഈ ഏതിന് പാരലൽ ആയിരിക്കണം? ഈ 1 2വിന് പാരലൽ ആയിരിക്കണം. സിമിലർലി 2ൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക. അത് 1 4ന് പാരലൽ ആയിരിക്കണം. 1 4ന് പാരലൽ. അപ്പൊ ഇത് രണ്ടോട് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ 3 കിട്ടും. 3. ഓക്കെ, അപ്പൊ ഇത്രയും കംപ്ലീറ്റ് ചെയ്തേ. ബേസ് 1 2 3 4 30 ഡിഗ്രിയിൽ വരച്ച് കംപ്ലീറ്റ് ആയിട്ട് പറയുക എന്നോട്. സംശയമുള്ളവർ ചോദിക്കാം. മൈക്ക് ഓൺ ചെയ്തിട്ട് ചോദിക്കാം.
ഓക്കെ, കംപ്ലീറ്റ് ആയോ? ഓക്കെ, ഹൃദ്യ കഴിഞ്ഞു. ഓക്കെ, ഇനി അത് എനിബഡി? ഇനി അത് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? ആർക്കറിയാം? റിപ്ലൈ ഒന്നും ഇല്ലല്ലോ. ഞാൻ ഓരോരുത്തരുടെ പേര് വിളിച്ച് ഞാൻ ചോദിക്കാം. ഡെർബി ചെയ്യുന്നുണ്ടോ? ഡെർബി യെസ് സർ, ചെയ്യുന്നുണ്ട്. കിട്ടിയോ? ഇല്ല സർ. എവിടം വരെ ആയി? 30 ഡിഗ്രി വരച്ചോ ഇത്? ആ സർ. ഓക്കെ, നിതിൻ കിട്ടിയോ ഇത്? നിതിൻ ഓക്കെ. സോ വരച്ചു കഴിയുന്നവരെ ജസ്റ്റ് ഒരു മെസ്സേജ് ഇടുക. ഓക്കെ, പാർത്ഥിവ് വരച്ചു, ഷാരോൺ വരച്ചു. ഓക്കെ, 3 പേര് വരച്ചു. ഓക്കെ, ദെൻ ഐ വിൽ സ്റ്റാർട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ദി, ഇനി നമ്മൾ ചെയ്യേണ്ടത്, അപ്പൊ നമ്മൾ ബേസ് വരച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനി നമ്മൾ ഈ 4 പോയിന്റ്, അതായത് ഈ ഇപ്പൊ നമ്മൾ മാർക്ക് ചെയ്ത 4 പോയിന്റ് ഉണ്ടല്ലോ, 1, ഞാനിപ്പോ റെഡിൽ മാർക്ക് ചെയ്യുന്ന പോയിന്റ് ശ്രദ്ധിച്ചോണം, 1 2 3 4. ഈ 4 പോയിന്റിൽ നിന്നും മുകളിലോട്ട് ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയാണ്? 45 ആണ്. 45 മേളിലോട്ട് ഈ 4 പോയിന്റിൽ നിന്നും ഡ്രോ 4 വെർട്ടിക്കൽ ലൈൻസ് ഫ്രം ഓൾ ദീസ് 4 പോയിന്റ്സ്. ഡ്രോ 4 വെർട്ടിക്കൽ ലൈൻസ് ഓഫ് ലെങ്ത് ഓഫ് ഹൈറ്റ് 45 millimeter ഫ്രം ഓൾ ദീസ് 4 പോയിന്റ്സ്. വരച്ചേ. ഇതാ ഞാനിപ്പോ വരയ്ക്കുകയാണ്, റെഡിൽ വരയ്ക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ വരച്ച 4 പോയിന്റിൽ നിന്ന് യു ഹാവ് ടു ഡ്രോ 4 വെർട്ടിക്കൽ ലൈൻസ് ഫ്രം 1 2 3 and 4. Then join all the 4 top points. ആരാണ് സ്ക്രീനിൽ ആരാണ് ചെയ്യുന്നത്? ഓക്കെ,
ഓക്കെ, സോ ഈ ബോക്സ് വരച്ചു കഴിഞ്ഞെങ്കിൽ പറയാം. ബോക്സിന്റെ ഹൈറ്റ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് height of the box is 45. Height of the box is 45. Height of the box is equal to 45. Okay, Deepak കഴിഞ്ഞു. Then ഇപ്പൊ നിങ്ങൾ 45ന്റെ ഒരു ബോക്സ് വരച്ചേക്കുവാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ ബോക്സിനകത്താണ് നമ്മൾ എന്ത് വരയ്ക്കാൻ പോകുന്നത്, നമ്മുടെ ഹെക്സഗണൽ പ്രിസം വരയ്ക്കാൻ പോകുന്നത് ഈ ബോക്സിനകത്ത്. ഓക്കെ, അപ്പൊ ആ ബോക്സ് ആ ഹെക്സഗൺ ഇരിക്കുന്ന ബോക്സ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. ആ ഹെക്സഗൺ ഇരിക്കുന്ന ആ ബോക്സ് ആണ് നമ്മളിപ്പോ വരച്ചേക്കുന്നത്. ആ ബോക്സിന്റെ ഹൈറ്റ് എത്ര തന്നെയാണ്? സെയിം as that of the height of the hexagonal prism. Same as that of the height of the hexagonal prism. കഴിഞ്ഞോ? Anybody? ഓക്കെ, ആരോ ഒരാൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതാരാണ്? റൂബൻ. ഓക്കെ, റൂബൻ കംപ്ലീറ്റഡ്. Then any others? പാർത്ഥിവ് കംപ്ലീറ്റഡ്. ഓക്കെ, ശരി. Then അപ്പം നമ്മൾ ബോക്സ് വരെ കംപ്ലീറ്റ് ചെയ്തു. Then next step ശ്രദ്ധിക്കുക. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഈ ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? ശ്രദ്ധിച്ചോണേ, നമ്മൾ ഈ ബോക്സിന്റെ നമുക്കറിയാം ഈ ബോക്സിൽ മുകളിൽ കുറെ പോയിന്റ്സ് ഉണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്, എഫ് ഉണ്ട്. ഇത് ലൊക്കേറ്റ് ചെയ്യാൻ പോവാം ഈ ബോക്സിന്റെ ടോപ്പ് സർഫസിൽ. അതായത് ദിസ് ഈസ് ദ ബോക്സ് ടോപ്പ് സർഫസ്. ഈ ബോക്സിന്റെ ടോപ്പ് സർഫസിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ എ ബി സി ഡി ഇ എന്നുള്ള പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യാണ്. സിമിലർലി ഈ ബോക്സിന്റെ താഴെയും ഇതേപോലെ തന്നെ പി ക്യു ആർ എസ് ടി യു ലൊക്കേറ്റ് ചെയ്യാൻ പോവാം. അത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഭയങ്കര എളുപ്പമാണ്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടോപ്പ് വ്യൂല് വരിക. ടോപ്പ് വ്യൂല് വന്നിട്ട് ഈ 1 തൊട്ട് എ വരെ എത്ര നോക്കുക, അല്ലെങ്കിൽ 1 തൊട്ട് പി വരെ എത്ര നോക്കുക. ഈ ഡിസ്റ്റൻസ് കണ്ടോ? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. 10 കണ്ടോ? 1 തൊട്ട് എ വരെ എത്രയാണ്? 10 ആണ്. അപ്പൊ ഈ 10 എടുത്തിട്ട് എന്ത് ചെയ്യുക? ഈ 1ൽ കുത്തിയിട്ട് ഇവിടെ കട്ട് ചെയ്യുക. കണ്ടോ? ഈ ഡിസ്റ്റൻസ് 10. ഈ ഡിസ്റ്റൻസ് 10. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? എ എന്നുള്ള പോയിന്റ് കിട്ടി. താഴെ നമുക്ക് ഏത് പോയിന്റ് കിട്ടി? പി എന്നുള്ള പോയിന്റ് കിട്ടി. മനസ്സിലായോ പറഞ്ഞേ? അപ്പൊ അത് മാർക്ക് ചെയ്തേ. ഈ ഇവിടുന്ന് 1A എത്രയാണ്? 10 ആണ്. 1A എന്നുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. അതെടുത്തിട്ട് നമ്മുടെ ഈ ബോക്സിൽ കട്ട് ചെയ്യാം, മേളിലും താഴെ. അപ്പൊ എനിക്ക് എയും കിട്ടി, പിയും കിട്ടി. സിമിലർലി നമ്മൾ 1 തൊട്ട് ബി വരെ എടുക്കുക. കണ്ടോ? 1 തൊട്ട് ബി വരെ എടുക്കുക, 1ൽ വെക്കുക, മേളില് ബി. അപ്പൊ എനിക്ക് ഇവിടെ ബി കിട്ടി. താഴെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? ക്യൂ കിട്ടി. ഇനി അതേപോലെ നോക്കിയേ, 2, 3ൽ ആരാണ്? സി ഉണ്ട്. അപ്പൊ 2 മുതൽ സി വരെ എടുക്കുക. അതിന്റെ ഡിസ്റ്റൻസ് എത്ര നോക്കിയേ? 17 ആണ്. കണ്ടോ? 17. 2 തൊട്ട് സി വരെ 17. അപ്പൊ ഈ 2 തൊട്ട് സി വരെ എടുത്തു, എന്നിട്ട് 2ൽ വെച്ചു, മേളിൽ കട്ട് ചെയ്തു 17ൽ. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? സി കിട്ടി. താഴെ കട്ട് ചെയ്തപ്പോ എന്ത് കിട്ടി? 6 കിട്ടി. അതേപോലെ 3, 4ൽ ആരൊക്കെ ഉണ്ട്? 3, 4ൽ ഡിയും കിട്ടി, ഇയും കിട്ടി. ഡിയും കിട്ടി, ഇയും കിട്ടി മേളില്. താഴെ എന്ത് കിട്ടി? താഴെ എസും കിട്ടി, ടിയും കിട്ടി.
ഇനി 4T ആരുണ്ട്, സോറി 4 ആരുണ്ട്, എഫും യുവും. അപ്പൊ ആ ഡിസ്റ്റൻസ് എടുക്കുക, 4 വെച്ച് കട്ട് ചെയ്യുക. അപ്പൊ എനിക്ക് ഇവിടെ എഫും കിട്ടി, എനിക്ക് ഇവിടെ യുവും കിട്ടി. അപ്പൊ അങ്ങനെ എനിക്ക് എല്ലാ പോയിന്റ്സും കിട്ടി. ഞാൻ പറഞ്ഞ മനസ്സിലായോ റൂബൻ? ഞാൻ പറഞ്ഞ മനസ്സിലായോ എല്ലാ പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നത്? സർ ഒന്നും കൂടെ ഒന്ന് പറയാമോ? ഒന്നും കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മുടെ ഈ ടോപ്പ് വ്യൂവില് ഈ എയും ബിയും സിയും ഈ 1 2 ഒക്കെ എത്ര ഡിസ്റ്റൻസ് മാറിയാണെന്ന് നോക്കിയിട്ട് അത് മെഷർ ചെയ്തിട്ട് അത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അതായത് ഫോർ എക്സാമ്പിൾ 1 2 എ എത്രാന്ന് മെഷർ ചെയ്യുക, എ അത് എത്രാന്ന് മെഷർ ചെയ്തിട്ട് ഈ 1 വെച്ചിട്ട് ഇവിടെ കട്ട് ചെയ്യുക. മനസ്സിലായോ? ബോക്സിൽ. ഓക്കെ സർ, മനസ്സിലായി. ഓക്കെ, അപ്പൊ അങ്ങനെ എല്ലാ പോയിന്റ്സും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തേ.